വർഷത്തോളം ജനപ്രതിനിധിയായ ആൾ നടത്തേണ്ട പരാമർശമല്ല PC ജോർജിൽ നിന്നുണ്ടായതെന്ന് പറഞ്ഞാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ജോർജിന്റെ ഇതുവരെയുള്ള പൊളിറ്റിക്കൽ കരിയർ നോക്കിയാൽ മുഴുവൻ ഇത്തരം വാവിട്ട വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. ഇതിനിടയിൽ പാർട്ടി മാറി, മുന്നണി മാറി മുന്നോട്ടു പോയി. ഒടുവിൽ എങ്ങും നിന്നും പിന്തുണയില്ലാതെയും പൂഞ്ഞാറിൽ നിന്ന് ഒരു തവണ നിയമസഭയിലെത്തി. അതിൽ നിന്നെല്ലാം കൈമൈ മറന്ന് ഒപ്പം നിന്നവരെ ഒടുക്കം പിണക്കി. അതോടെ പൂഞ്ഞാറും ജോർജിനെ കൈവിട്ടു. പിന്നെ കണ്ടത് ഗതികെട്ട് BJP പാളയത്തിൽ ചെന്ന് കയറിയ ജോർജിനെയാണ്. അവിടെയും ഗതിയില്ലാതെ നിൽക്കെയാണ് ഈ അവസാന കാലത്ത് കാരാഗൃഹവാസം ഒരുങ്ങുന്നത്. BJP അംഗത്വം എടുക്കും മുൻപേ പുറത്തെടുത്തതാണ് ജോർജിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട്. BJPയിൽ എത്തിയതോടെ അത് രൂക്ഷമായി കടുത്ത മുസ്ലിം വിരുദ്ധൻ എന്ന പ്രതിച്ഛായ തന്നെ എടുത്തണിഞ്ഞു. ഇതിന് ക്രിസംഖികളുടെ അകമഴിഞ്ഞ പിന്തുണയും കിട്ടിയതോടെ പൂർവാധികം ഉഷാറായി. ഇതിന്റെ ബാക്കി പത്രമായിരുന്നു 2022 കിട്ടിയ ഒറ്റ ദിവസത്തെ ജയിൽവാസം. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത വിദ്വേഷ പ്രസംഗ കേസിലായിരുന്നു ഇത്. എന്നാൽ ജോർജ് അവിടെ നിന്നൊന്നും പഠിച്ചില്ല. ജനുവരിയിൽ നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു PC ജോർജ് വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. തുടർന്ന് മതസ്പർദ്ധ വളർത്തൽ, കലാപാഹാനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഈരാറ്റുപേട്ട പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ശക്തമായ ഒരു തീരുമാനമെടുത്താൽ PC വീണ്ടും അകത്താകും. BJP പാളയത്തിലുള്ള ജോർജിനെതിരെ മുഖ്യമന്ത്രി ആ നീക്കം നടത്തുമോ എന്ന് ഉടൻ അറിയാം. അതോ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം കൊടുക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളവും നിയമവൃത്തങ്ങളും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി കൊടുത്ത മാസപ്പടി ഇടപാട് പൊക്കിയെടുത്തതും വിവിധ കോടതികളിൽ കേസിനെ സജീവമായി നിലനിർത്തുന്നതും PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ആണ്. കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ നീക്കങ്ങളും അതുപോലെ വെറുപ്പിച്ച ആരോപണങ്ങളും ജോർജിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പല നേതാക്കൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളും ഉണ്ട്. 3 മന്ത്രിമാരാണ് ജോർജിന്റെ നീക്കത്തിൽ രാജിവെക്കേണ്ടി വന്നത്. PJ ജോസഫ്, TU കുരുവിള, KB ഗണേഷ് കുമാർ. ഇവരെയെല്ലാം രാജിവെപ്പിക്കാൻ ജോർജ് പോരാടിയത് അതേ മുന്നണിയിൽ നിന്നുകൊണ്ടാണ്. കേഡർ പാർട്ടി എന്ന ഇരുമ്പ് മറയുണ്ടെന്ന് അവകാശപ്പെടുന്ന CPM-ൽ നിന്നും ഒരു MLA-യെ ചാടിച്ച് കോൺഗ്രസിനൊപ്പം നിർത്തിയതിന് പിന്നിലും ജോർജ് ആയിരുന്നു. ഇന്ന് വരെ ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു നീക്കമായിരുന്നു നെയ്യാറ്റിങ്കര MLA ആയിരുന്ന ശെൽവരാജിനെ ചാടിച്ചത്. ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അത്തരമൊരു ആരോപണം വന്നത് ജോർജിനെതിരെ തന്നെയായിരുന്നു. 1980-ൽ ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ച ജോർജ് വിവാഹശേഷം ഭാര്യയെ സന്ദർശക ഗാലറിയിൽ ഇരുത്തി ആദ്യമായി സഭയിൽ എത്തിയപ്പോഴാണ് ഈ ആരോപണം ഉയർന്നത്. ഒരു സ്ത്രീ ജോർജിന്റെ വീടിന് മുന്നിൽ ഗർഭസത്യാഗ്രഹം നടത്തുന്നു എന്ന ആരോപണമാണ് ഉയർന്നത്. ജോർജ് അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ സംഭവത്തിന്റെ പേരിൽ ഒരു പരാമർശം നടത്തിയ മുതിർന്ന നേതാവ് ഗൗരിയമ്മയും ജോർജിന്റെ നാക്കിന്റെ മൂർച്ചയറിഞ്ഞു. ജോർജ് ഉന്നയിച്ചതിൽ ഏറ്റവും ഹീനമായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിലെ പ്രതിയുമായി ബന്ധപ്പെടുത്തിയ ലൈംഗിക ആരോപണമായിരുന്നു. താൻ അത് നേരിട്ട് കണ്ടു എന്ന് വരെ ജോർജ് പറഞ്ഞു. പിന്നീട് CBI അന്വേഷണം വന്ന് കള്ളം പൊളിയുമെന്നായപ്പോൾ അവർക്ക് കൃത്യം മൊഴി കൊടുത്തു. മകളെ ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുകയെന്ന ചിന്ത പിണറായി വിജയൻ ഉണ്ടായാൽ 73-കാരനായ ജോർജിന്റെ അറസ്റ്റ് ഉടൻ തന്നെ നടക്കാം. അങ്ങനെ വന്നാൽ PV അൻവറിന്റെ അനുഭവമായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത പക്ഷം മറ്റ് പലരുടെയും കാര്യത്തിൽ എന്ന പോലെ പ്രതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം കൊടുക്കാം. അവിടെ നിന്നുണ്ടാകുന്ന തീരുമാനപ്രകാരം തുടർ നടപടിയിലേക്ക് പോകാം. പോലീസ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഏതു വഴി തിരഞ്ഞെടുക്കുമെന്നത് ചരിത്രമാകും.